മദ്യനയ കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ തുടരും. ജാമ്യത്തിനെതിരായ ഇഡി ഹർജി വിധി പറയാൻ മാറ്റി. വിവരങ്ങൾ KC ഉണ്ണികൃഷ്ണൻ നൽകും. അരവിന്ദ് കെജ്രിവാളിന് വലിയ തിരിച്ചടിയാണ് ലഭിച്ചിരിക്കുന്നത്. ഇനി അദ്ദേഹത്തിന്റെ തുടർ നടപടികൾ എങ്ങനെയായിരിക്കും? ലിബിഷ്, സ്റ്റേ ചെയ്ത നടപടി താൽക്കാലികമായി തുടരുമെന്നാണ് ഡൽഹി ഹൈക്കോടതി അറിയിച്ചിരിക്കുന്നത്. അതായത് ജൂൺ 25-ന് ഈ കേസ് വീണ്ടും പരിഗണിക്കുന്നുണ്ട്. അതുവരെ ഈ നിലവിലെ നില തുടരുമെന്നാണ്, അതായത് ഈ സ്റ്റേ ചെയ്ത നടപടി തുടരുമെന്നാണ് ഇപ്പോൾ കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. 25-ന് വീണ്ടും പരിഗണിക്കുന്നവരെ കെജ്രിവാൾ ജയിലിൽ തുടരുമെന്നാണ് കോടതി അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ശക്തമായ വാദങ്ങളാണ് ഇന്ന് കോടതിയിൽ ഉണ്ടായത്. നേരത്തെ ഡൽഹിയിലെ റോസ് അവന്യൂ കോടതിയാണ് കെജ്രിവാളിന് കഴിഞ്ഞ ദിവസം 7:30-യോടെ ജാമ്യം അനുവദിച്ചത്. തുടർന്ന് ഹർജി ഇഡിയുടെ വാദങ്ങൾ കേട്ടില്ല. ഇഡിയുടെ വാദം കേൾക്കാനായി വേണ്ടത്ര സമയം അനുവദിച്ചില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇഡി ഡൽഹി ഹൈക്കോടതിയിലെ അവധിക്കാല ബെഞ്ചിനെ സമീപിച്ചത്. തുടർന്നാണ് താൽക്കാലികമായി ഈ സ്റ്റേ ചെയ്ത നടപടി, അതായത് ഈ ഹർജി ഇഡിയുടെ ഹർജി പരിഗണിക്കുന്നവരെ സ്റ്റേ ചെയ്ത, അതായത് ജാമ്യം നൽകിയ നടപടി ഡൽഹി ഹൈക്കോടതി സ്റ്റേ ചെയ്തത്. തുടർന്ന് ഈ ഇഡിയുടെ ഹർജിയിൽ വാദം കേൾക്കുകയായിരുന്നു. എന്തായാലും ഇഡി പ്രധാനമായും പറഞ്ഞത് ഈ ഭരണഘടനാ പദവിയിൽ ഇരിക്കുന്നത് ജാമ്യത്തിന് കാരണമല്ലെന്നാണ് ഇഡി ചൂണ്ടിക്കാണിച്ചത്. അതോടൊപ്പം തന്നെ വ്യക്തിപരമായും കൂടാതെ ആം ആദ്മി കൺവീനർ എന്ന നിലയിലും കെജ്രിവാൾ കുറ്റക്കാരനാണ് എന്നാണ് ഇഡി ചൂണ്ടിക്കാണിച്ചത്. അതേസമയം കെജ്രിവാളിന് വേണ്ടി മുതിർന്ന അഭിഭാഷകനായ മനു അഭിഷേക് സിംഗ്വിയാണ് ഇന്ന് കോടതിയിൽ ഹാജരായത്. അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് കേസിന് പിന്നിൽ ഒരു രാഷ്ട്രീയ വിരോധമാണെന്നാണ് കെജ്രിവാളിന്റെ അഭിഭാഷകൻ ചൂണ്ടിക്കാണിച്ചത്. കൂടാതെ ഈ ഇഡി പക്ഷാപാതപരമായാണ് പെരുമാറുന്നതെന്നും പറയുന്നു. എന്തായാലും ശക്തമായ വാദപ്രതിവാദങ്ങളെല്ലാം തന്നെ കോടതിയിൽ ഉണ്ടാകുന്നു. അതിനുശേഷമാണ് ഡൽഹി ഹൈക്കോടതി ഇത്തരത്തിൽ ജൂൺ 25-ന് കേസ് പരിഗണിക്കുന്നതുവരെ നിലവിലെ നില തുടരുമെന്ന് അറിയിച്ചത്. എന്തായാലും കെജ്രിവാളിന് വലിയൊരു തിരിച്ചടി തന്നെയെന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ഈ ഒരു ഘട്ടത്തിൽ കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം മാർച്ച് 21-നാണ് കെജ്രിവാൾ ജയിലിലാകുന്നത്. തുടർന്ന് ഇത്രയും നാളുകൾക്ക് ശേഷമാണ് ഇടയ്ക്ക് അദ്ദേഹത്തിന് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇടക്കാല ജാമ്യം അനുവദിച്ചിരുന്നു. അതിനുശേഷമാണ് വീണ്ടും അദ്ദേഹം ജയിലിലേക്ക് പോകുന്നു. തുടർന്നാണ് വീണ്ടും ഒരു ജാമ്യം അദ്ദേഹത്തിന് ലഭിക്കുന്നത്. എന്നാൽ റോസ് അവന്യൂ കോടതിയുടെ ആ ഉത്തരവിൽ പ്രധാനമായും ഇഡിക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. അതായത് ഈ ഇഡിയും ഈ കേസുമായി കെജ്രിവാളിനെ നേരിട്ട് ബന്ധിപ്പിക്കുന്ന ഒന്നുമില്ല എന്നാണ് പ്രധാനമായും ആ ജാമ്യ ഹർജിയിൽ പ്രധാനമായും കോടതി പറഞ്ഞൊരു കാര്യം. കൂടാതെ നേരിട്ട് ബന്ധിപ്പിക്കുന്ന തെളിവുകളുണ്ടെന്ന് ഇല്ലെന്ന് ഈ ജാമ്യ ഹർജി പറയുന്നത് ചൂണ്ടിക്കാണിക്കാനായി ഇഡിക്ക് കഴിഞ്ഞില്ലെന്നും ആ ജാമ്യ ഹർജിയിൽ പറയുന്നുണ്ട്. എന്തായാലും അതിനുശേഷമാണ് അതായത് ജാമ്യം അനുവദിച്ചതിന് ശേഷമാണ് ഇഡിക്ക് സമയം ലഭിച്ചില്ല, അതായത് ഇഡിയുടെ വാദം കേൾക്കാനായി കേട്ടില്ല എന്ന കാര്യം ചൂണ്ടിക്കാട്ടിയാണ് ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചത്. തുടർന്നാണ് ഡൽഹി ഹൈക്കോടതി അവധിക്കാല ബെഞ്ച് അടിയന്തര വാദം കേൾക്കുന്നത്. ആ വാദപ്രതിവാദങ്ങൾക്കെല്ലാം ശേഷമാണ് ഇപ്പോൾ കെജ്രിവാൾ ജയിലിൽ തുടരും. ഈ നിലയിൽ ജൂൺ 25-ന് കേസ് പരിഗണിക്കുന്നതുവരെ നിലവിലെ നില തുടരും. കേസ്, അതായത് ജാമ്യം സ്റ്റേ ചെയ്ത നടപടി തുടരുമെന്ന് കോടതി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ലിബിഷ്.